നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. തിരുവനന്തപുരം കോർപ്പറേഷനിലെ BJP കൗൺസിലർ ആർ സുഗതന് അനുകൂലമായി കാര്യങ്ങൾ നീങ്ങുന്നുവോ? അദ്ദേഹത്തിൻ്റെ ഹർജി ഇന്ന് ഹൈക്കോടതി പരിഗണിക്കുകയാണ്. ഹൈക്കോടതി ഹർജി പരിഗണിച്ചുകൊണ്ട് ചില നിരീക്ഷണങ്ങൾ നടത്തിയിരിക്കുന്നു. ആ നിരീക്ഷണങ്ങൾ തീരുമാനം സുഗതന് അനുകൂലമാകുമോ എന്ന ഒരു വിലയിരുത്തലിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. എന്തായാലും തിങ്കളാഴ്ച സുഗതൻ്റെ ഹർജിയിന്മേൽ ഒരു തീരുമാനം ഹൈക്കോടതി പറയും. എന്തുകൊണ്ടാണ് ഹൈക്കോടതി നിരീക്ഷണങ്ങൾ സുഗതന് അനുകൂലമാണ് എന്ന് ചിന്തിക്കാൻ കാരണം? നമുക്കറിയാം, ആർ സുഗതൻ കാപ്പ കേസിൽ പ്രതിയായി ഇപ്പോൾ കരുതൽ തടങ്കലിലാണ്. 6 മാസത്തെ കരുതൽ തടങ്കൽ അനുഭവിച്ചേ പറ്റൂ എന്ന് കാപ്പ കേസിൻ്റെ അല്ലെങ്കിൽ കാപ്പ ഉപദേശക സമിതി നേരത്തെ വിധിച്ചിരുന്നു. സത്യപ്രതിജ്ഞ ചെയ്യണം, അതുപോലെ തന്നെ കൗൺസിലർ എന്ന നിലയിലുള്ള ചില ഭരണഘടനാപരമായ ഉത്തരവാദിത്വങ്ങളുണ്ട് എന്നൊക്കെ സുഗതൻ കാപ്പ ഉപദേശക സമിതി അറിയിച്ചിരുന്നു. പക്ഷെ അതൊന്നും കാപ്പ ഉപദേശക സമിതി പരിഗണിച്ചില്ല എന്ന് മാത്രമല്ല, 6 മാസത്തെ കരുതൽ തടങ്കൽ അത് ശരിവയ്ക്കുകയാണ് കാപ്പ ഉപദേശക സമിതി ചെയ്തത്. നേരത്തെ അദ്ദേഹത്തിൻ്റെ പേരിലുള്ള നിരവധി കേസുകൾ, 10-12ഓളം കേസുകൾ, ആ കേസുകളുടെ പേരിൽ കാപ്പ ചുമത്താൻ ആഭ്യന്തര വകുപ്പ് തീരുമാനിച്ചിരുന്നു. അതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ കഴിഞ്ഞ LDF സർക്കാരാണ് മുന്നോട്ട് നീക്കിയത്. UDF സർക്കാർ വന്നതിന് ശേഷവും കാപ്പ ചുമത്താൻ ആഭ്യന്തര വകുപ്പ് തീരുമാനിക്കുകയായിരുന്നു. പിന്നീട് കാപ്പ ഉപദേശക സമിതി ഇത് ശരിവയ്ക്കുകയും ചെയ്തിരുന്നു. ഈ സാഹചര്യത്തിലാണ് കഴിഞ്ഞ ദിവസം നെടുമങ്ങാട് കോടതി അദ്ദേഹത്തിന് ജാമ്യം കിട്ടാനുള്ള 2 കേസുകളിൽ ഇടക്കാല ജാമ്യം അനുവദിച്ചുകൊണ്ട് ഒരു വിധി പറഞ്ഞത്. അതായത് ആദ്യം നെടുമങ്ങാട് കോടതിയിൽ ആർ സുഗതൻ ജാമ്യാപേക്ഷ നൽകുന്നു. അത് കാപ്പ കേസായതിനാൽ തങ്ങൾക്കതിനുള്ള അധികാരമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ ജാമ്യാപേക്ഷ നെടുമങ്ങാട് കോടതി തള്ളി. പിന്നീട് വീണ്ടും നഗരസഭ ഒരു അപേക്ഷ നെടുമങ്ങാട് കോടതിക്ക് നൽകുന്നു. അതായത് ആർ സുഗതൻ ഒരു ജനപ്രതിനിധിയാണ്, അദ്ദേഹത്തിന് പുനർസത്യപ്രതിജ്ഞ ചെയ്യേണ്ടുന്ന ഒരു സാഹചര്യമുണ്ട്. തിരുവനന്തപുരം കോർപ്പറേഷനിലെ 20ഓളം കൗൺസിലർമാരുടെ സത്യപ്രതിജ്ഞ അത് ഹൈക്കോടതി ചില സാങ്കേതിക കാരണങ്ങളാൽ റദ്ദാക്കിയിരുന്നു. അതുകൊണ്ട് തന്നെ വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്യണമെന്ന് ഹൈക്കോടതി വിധിച്ചിരിക്കുന്നു. ഈ വിധി നടപ്പിലാക്കാനായി ഇടക്കാല ജാമ്യമെങ്കിലും അനുവദിക്കണമെന്നാണ് നഗരസഭ നെടുമങ്ങാട് കോടതിയോട് അപേക്ഷിച്ചത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ജൂലൈ 13 വൈകുന്നേരം 5 മണി മുതൽ ജൂലൈ 14 വൈകുന്നേരം അല്ലെങ്കിൽ രാത്രി 9 മണി വരെ സുഗതനെ ഇടക്കാല ജാമ്യം അനുവദിച്ചുകൊണ്ട് നെടുമങ്ങാട് കോടതി ഒരു വിധി കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. പക്ഷേ ആ വിധി പറഞ്ഞുവെങ്കിൽ പോലും ഹൈക്കോടതിയുടെ അനുമതി ഉണ്ടെങ്കിൽ മാത്രമേ ഇടക്കാല ജാമ്യം തീയതിയായ 13-നും 14-നും സുഗതന് പുറത്തിറങ്ങാൻ കഴിയുകയുള്ളൂ. ആ കാപ്പ കേസായതിനാൽ തന്നെ ഇന്നലെ തന്നെ ഹൈക്കോടതിയെ സുഗതൻ സമീപിച്ചിരുന്നു. ഇന്ന് ഹൈക്കോടതി സുഗതനെ കേട്ടു, സുഗതൻ്റെ വാദം കേട്ടു. താൻ ഒരു ജനപ്രതിനിധിയാണ്, തനിക്കെതിരായിട്ടുള്ള കേസുകൾ അത് രാഷ്ട്രീയ പ്രേരിതമാണ്, കാപ്പ ചുമത്തിയിരിക്കുന്നത് അന്യായമായിട്ടാണ്, പുനർ സത്യപ്രതിജ്ഞ ചെയ്യണം എന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതി തന്നെ നേരത്തെ ഉത്തരവിട്ടിരുന്നതാണ്. ആ വിധി പാലിക്കാനായി തനിക്ക് ഇടക്കാല ജാമ്യം അനുവദിക്കണം, ഈ പറയുന്ന 13-നും 14-നും ഇടക്കാല ജാമ്യം അനുവദിക്കണമെന്നാണ് സുഗതൻ ഹർജിയിൽ പറഞ്ഞിരുന്നത്. അതിന് നെടുമങ്ങാട് കോടതി നേരത്തെ തന്നെ ജാമ്യം അനുവദിച്ചിട്ടുണ്ട് എന്ന കാര്യവും ഹൈക്കോടതി അറിയിക്കുന്നു. എന്നാൽ ഹൈക്കോടതി ഇക്കാര്യത്തിൽ വിശദമായ വാദം ഇന്ന് കേട്ടിരുന്നു. സുഗതൻ്റെ പക്ഷവും അതുപോലെ തന്നെ സർക്കാർ പക്ഷവും കേട്ടിരുന്നതാണ് ഹൈക്കോടതി. അതായത് സർക്കാർ ശക്തമായി തന്നെ സുഗതൻ പുറത്തിറങ്ങുന്നതിന് എതിരെ ഒരു വലിയ നീക്കം നടത്തിയിരുന്നു. വലിയ വാദമാണ് ഇന്ന് ഹൈക്കോടതിയിൽ നടത്തിയത്. പക്ഷേ ആ വാദങ്ങൾക്കുമൊക്കെ അവസാനം ഹൈക്കോടതി ഒരു ചോദ്യം ചോദിച്ചു. ഇന്ന് വളരെ പ്രധാനപ്പെട്ട, വളരെ നിർണായകമായ ഒരു ചോദ്യമാണ് ഹൈക്കോടതി ചോദിച്ചിരിക്കുന്നത്. ഈ ചോദ്യമാണ് കാര്യങ്ങൾ സുഗതന് അനുകൂലമാകുന്നുവോ എന്ന് പലരും വിലയിരുത്താൻ കാരണം. ആ ചോദ്യം ഇങ്ങനെയാണ്, അതായത് സുഗതന് ജയിലിൽ സത്യപ്രതിജ്ഞ ചെയ്തുകൂടെ എന്നാണ്. കാപ്പ കേസ് പ്രതിയാണ്, ഈ ജാമ്യം അനുവദിക്കുക അത്ര പ്രായോഗികമായിട്ടുള്ള കാര്യമല്ല. അതേസമയം കൗൺസിലർ എന്ന നിലയിൽ അദ്ദേഹത്തിന് സ്ഥാനം നഷ്ടപ്പെടാതിരിക്കാൻ, കോടതി വിധി പാലിക്കാൻ സത്യപ്രതിജ്ഞ ചെയ്യുകയും വേണം. അതുകൊണ്ട് ജയിലിൽ സത്യപ്രതിജ്ഞ ചെയ്തുകൂടെ എന്നൊരു ചോദ്യമാണ് ഇന്ന് ഹൈക്കോടതി ചോദിച്ചത്. ഈ ചോദ്യത്തിന് വലിയ പ്രസക്തിയുണ്ട്. സുഗതനെ സംബന്ധിച്ചിടത്തോളം കാര്യങ്ങൾ അനുകൂലമാണ് എന്ന് വിലയിരുത്താൻ സാധിക്കാവുന്ന തരത്തിലുള്ള പ്രസക്തിയാണ് ഈ ചോദ്യത്തിനുള്ളത്. അതായത് ജാമ്യം വേണം, ഇടക്കാല ജാമ്യം വേണം, നഗരസഭയിൽ പോയി സത്യപ്രതിജ്ഞ ചെയ്ത് തിരിച്ചു വരാം എന്നാണ് സുഗതൻ ആവശ്യപ്പെട്ടത്. അപ്പോൾ കോടതി പറയുന്നത് ഈ ജയിലിൽ സത്യപ്രതിജ്ഞ ചെയ്തുകൂടെ എന്നാണ് സർക്കാരിനോട് ചോദിച്ചിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ പറയുന്ന ആ ഹർജി അനുവദിച്ചുകൊണ്ട് ഇടക്കാല ജാമ്യം അനുവദിക്കുകയാണ് എങ്കിൽ തീർച്ചയായും സുഗതന് സത്യപ്രതിജ്ഞ ചെയ്യാം.
ഇനി ഇടക്കാല ജാമ്യം അനുവദിച്ചില്ല എങ്കിൽ ജയിലിൽ സത്യപ്രതിജ്ഞ ചെയ്യാനുള്ള അവസരം ഇതാ ഒരുങ്ങുന്നു എന്ന് തന്നെയാണ് ഈ ചോദ്യത്തിൻ്റെ ഉത്തരം. സർക്കാരിന് സത്യത്തിൽ ഉത്തരം മുട്ടിപ്പോയ ഒരു ചോദ്യമായിരുന്നു. സർക്കാർ അതിന് ഉത്തരം പറഞ്ഞിട്ടില്ല. തിങ്കളാഴ്ചയ്ക്കകം മറുപടി അറിയിക്കണമെന്ന് ഹൈക്കോടതി സർക്കാരിനോട് പറഞ്ഞിരിക്കുകയുമാണ്. സത്യത്തിൽ ഈ ജാമ്യം അനുവദിക്കരുത് എന്ന് ശക്തമായ വാദിച്ച സർക്കാരിനോട് ഇങ്ങനെ ഒരു ചോദ്യം ചോദിച്ചതുകൊണ്ട് തന്നെ ഈ ജയിലിൽ സത്യപ്രതിജ്ഞ അനുവദിക്കാമോ എന്ന് ചോദിച്ചാൽ അത് അനുവദിക്കില്ല എന്ന് പറഞ്ഞാൽ തീർച്ചയായും ഹൈക്കോടതി ഇദ്ദേഹത്തിന് ജാമ്യം കൊടുക്കും. ഇനി അനുവദിക്കാം എന്ന് പറഞ്ഞാൽ തീർച്ചയായും ജാമ്യം കൊടുക്കില്ല, പക്ഷേ സത്യപ്രതിജ്ഞ നടക്കും. രണ്ടായാലും സർക്കാരിൻ്റെ അല്ലെങ്കിൽ പോലീസിൻ്റെ അല്ലെങ്കിൽ പ്രോസിക്യൂഷൻ്റെ ഉദ്ദേശം നടപ്പില്ല എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. അത്ര പ്രാധാന്യമുള്ള ഒരു ചോദ്യമാണ് ഇന്ന് ഹൈക്കോടതി ചോദിച്ചിരിക്കുന്നത്. അതായത് ജയിലിൽ സത്യപ്രതിജ്ഞ ചെയ്തുകൂടെ? അത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമായിരുന്നു. എന്തായാലും ഒന്നുകിൽ സുഗതന് ജാമ്യം കിട്ടും, അല്ലെങ്കിൽ ജയിലിൽ സത്യപ്രതിജ്ഞ ചെയ്ത് പ്രതിസന്ധി ഒഴിവാക്കാനുള്ള അവസരം ഒരുങ്ങും എന്ന് തന്നെയാണ് ഈ ഒരു ഘട്ടത്തിൽ എല്ലാവരും നിയമവിദഗ്ധരെല്ലാം വിലയിരുത്തുന്നത്. എന്തായാലും സുഗതന് അനുകൂലമായി കാര്യങ്ങൾ നീങ്ങുന്നു എന്നതിൻ്റെ ആദ്യ സൂചനയാണ് പുറത്തു വന്നിരിക്കുന്നത്. സുഗതനെ സംബന്ധിച്ചിടത്തോളം രണ്ട് പ്രധാനപ്പെട്ട രാഷ്ട്രീയ പ്രതിസന്ധികൾ ഉയരുകയാണ്. ആ രാഷ്ട്രീയ പ്രതിസന്ധിയാണ് സുഗതൻ ഇന്ന് ഹൈക്കോടതിക്ക് മുമ്പാകെ ഹർജിയായി സമർപ്പിച്ചത്. അതിലൊന്ന് ഈ പറയുന്ന സത്യപ്രതിജ്ഞ തന്നെയാണ്. ഇതേ ബെഞ്ച് തന്നെയാണ് ഇന്ന് സുഗതനെ കേട്ട അതേ ബെഞ്ച് തന്നെയാണ് ഒരു ഉത്തരവിട്ടത്. അതായത് തിരുവനന്തപുരം കോർപ്പറേഷനിലെ 20 കൗൺസിലർമാരുടെ സത്യപ്രതിജ്ഞ ചില സാങ്കേതിക കാരണങ്ങളാൽ റദ്ദാക്കിയിരുന്നു. ഇവർ ദൈവങ്ങളുടെ പേര് പറഞ്ഞ് സത്യപ്രതിജ്ഞ ചെയ്തു എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് സത്യപ്രതിജ്ഞ റദ്ദാക്കിയത്. പുനർ സത്യപ്രതിജ്ഞ ചെയ്താൽ മതി എന്നാണ് പരാതി പോയിരിക്കുന്നത്. LDFിൻ്റെ ഭാഗത്തു നിന്നാണ്. പുനർ സത്യപ്രതിജ്ഞയല്ല, ഇവരെ അസാധുവാക്കണമെന്നാണ് LDF ആവശ്യപ്പെട്ടത്. അതിലേക്കൊന്നും ഹൈക്കോടതി പോയില്ല, മറിച്ച് പുനർ സത്യപ്രതിജ്ഞ ചെയ്യണം എന്നാണ് ഹൈക്കോടതി പറഞ്ഞത്. അങ്ങനെ ഒരു സത്യപ്രതിജ്ഞയ്ക്ക് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ നടന്നു. കോടതി വിധി അനുസരിച്ച് 19 കൗൺസിലർമാരും വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്തു. പക്ഷേ സുഗതന് ജയിലിലായതിനാൽ സത്യപ്രതിജ്ഞ ചെയ്യാൻ കഴിഞ്ഞില്ല. 4 ആഴ്ച മാത്രമാണ് സമയം അനുവദിച്ചിരിക്കുന്നത് കോടതി. ഈ 4 ആഴ്ചയ്ക്കുള്ളിൽ സത്യപ്രതിജ്ഞ നടന്നില്ല എങ്കിൽ മറ്റ് നിയമപരമായ പ്രശ്നങ്ങൾ ഉണ്ടാകും എന്നതാണ് സുഗതനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രതിസന്ധി. രണ്ടാമത്തെ പ്രതിസന്ധി കൗൺസിൽ യോഗങ്ങളിൽ പങ്കെടുക്കുന്നതുമായി ബന്ധപ്പെട്ടാണ്. 3 കൗൺസിൽ യോഗങ്ങളിൽ തുടർച്ചയായി പങ്കെടുത്തിട്ടില്ല എങ്കിൽ ആ ജനപ്രതിനിധി അയോഗ്യനാകും എന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ആദ്യത്തെ, അതായത് ഈ കഴിഞ്ഞ കൗൺസിൽ യോഗത്തിൽ സുഗതൻ പങ്കെടുത്തിരുന്നില്ല. 6 മാസം ജയിലിൽ കിടക്കണമെന്നാണ് കാപ്പ ഉപദേശക സമിതി പറയുന്നത്. അങ്ങനെയെങ്കിൽ അടുത്ത 2 മാൻഡേറ്ററി ആയിട്ടുള്ള 2 ഈ കൗൺസിൽ യോഗത്തിലും സുഗതന് പങ്കെടുക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ടാകും. അതുകൊണ്ട് തന്നെ അത് ഒഴിവാക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം. ആ പ്രതിസന്ധി ഒഴിവാക്കുക എന്നുള്ളതാണ്. അതിന് ഇടക്കാല ജാമ്യം അത്യാവശ്യമാണ്. ഈ ഇടക്കാല ജാമ്യം കിട്ടുമോ ഇല്ലയോ എന്നുള്ളതാണ് BJPയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പക്ഷേ സുഗതന് അയോഗ്യത കൽപ്പിക്കണമെങ്കിൽ പോലും മേയറുടെ റെക്കമെൻഡേഷൻ വേണം എന്നുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം അവിടെ നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ BJPക്ക് ഇപ്പോൾ താൽക്കാലിക ആശ്വാസമാണ് ഹൈക്കോടതിയുടെ ഈ ചോദ്യമെന്ന് തന്നെ പറയാം. ജയിലിൽ വച്ചെങ്കിലും സത്യപ്രതിജ്ഞ നടന്നാൽ BJPക്ക് മുന്നിൽ ഒരു പ്രതിസന്ധി ഒഴിഞ്ഞു കിട്ടും. അതായത് BJPയുടെ ഒരു കൗൺസിലറും അസാധു അല്ലെങ്കിൽ അയോഗ്യരാകുന്ന ഒരു നടപടിയിലേക്ക് പോകുന്നില്ല എന്നുള്ളതാണ്. സുഗതന്റെ മുന്നിലുള്ള കേസുകൾ മുൻനിർത്തിക്കൊണ്ട് നിയമത്തെ ദുരുപയോഗം ചെയ്തുകൊണ്ട് കാപ്പ കേസ് ചുമത്തി പരമാവധി BJPയുടെ ഭരണ നേതൃത്വത്തെ, കോർപ്പറേഷനിലെ ഭരണ നേതൃത്വത്തെ സമ്മർദ്ദത്തിലാക്കാനാണ് LDFും UDFും ശ്രമിച്ചിരുന്നത്. LDF കഴിഞ്ഞ കുറേ നാളുകളായി കോർപ്പറേഷന് മുന്നിൽ സമരം നടത്തുകയാണ്. ഈ സുഗതനെ പുറത്താക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് UDF കോർപ്പറേഷൻ കൗൺസിൽ ഹാളിൽ നടത്തിയ സമരം അക്രമാസക്തമായിരുന്നു. ചെമ്പഴന്തി ഉദയൻ എന്ന BJP കൗൺസിലർ ശബരിനാഥിനെ കൈനീട്ടി അടിക്കുന്നതടക്കമുള്ള ദൃശ്യങ്ങൾ ലോകം മുഴുവൻ കണ്ടതാണ്. ഇത്തരത്തിലുള്ള ജനാധിപത്യത്തിന് ഭൂഷണമല്ലാത്ത പല കാര്യങ്ങളും കൗൺസിൽ യോഗങ്ങളിൽ നടക്കുന്നത് നമ്മൾ കണ്ടതാണ്. പക്ഷേ അപ്പോഴും എന്തിനാണ് അറ്റൻഡൻസ് രജിസ്റ്റർ ശബരിനാഥ് കൈവശപ്പെടുത്താൻ വെച്ചത് എന്ന ചോദ്യവുമായി അതിനെ പ്രതിരോധിക്കുകയാണ് BJP. എന്തായാലും BJPയും CPMും UDFും തമ്മിൽ കനത്ത പോരാട്ടം തന്നെ ഈ കോർപ്പറേഷനിൽ നടക്കുന്നു. ആ സമയത്താണ് സുഗതനെ ഒരു നിയമക്കുരുക്കിൽപ്പെടുത്തുന്ന തരത്തിൽ സുഗതൻ്റെ കേസുകൾ സുഗതനെ വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്നത്. ആ കേസുകൾ ഒഴിവാക്കി അല്ലെങ്കിൽ ആ കേസുകളിൽ ഇടക്കാല ജാമ്യമെങ്കിലും ലഭിച്ച് പുറത്തു വന്നാൽ മാത്രമേ പ്രതിസന്ധി ഒഴിയുകയുള്ളൂ എന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഈ സാഹചര്യത്തിലാണ് ഹൈക്കോടതി സുപ്രധാനമായ ഒരു ചോദ്യം ചോദിച്ചിരിക്കുന്നത്. ആ ചോദ്യം തീർച്ചയായും വളരെ പ്രധാനപ്പെട്ടതാണ്. സർക്കാർ തിങ്കളാഴ്ച ഈ ചോദ്യത്തിന് മറുപടി നൽകും. തിങ്കളാഴ്ച തന്നെ ഈ ഹർജിയിന്മേൽ ഒരു തീരുമാനം ഹൈക്കോടതി പ്രഖ്യാപിക്കുമെന്നാണ് ലഭിക്കുന്ന സൂചന.